നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ 7ന്റെ പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ 7ന്റെ പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജിസേലിനാണ്. അതായത് ബാൾജ് നമ്മുടെ ജിസേലിന് കിട്ടിയിട്ട് പോലും അതുകൊണ്ട് ഉപകാരപ്പെട്ടില്ല. അതായത് ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു ടാസ്ക് നടന്നു. അതായത് 3 ബാൾജും നമ്മുടെ ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവയ്ക്കണം. ആ ഒരു ബാൾജിന് ചുറ്റും ഒരു വലിയ വൃത്തം ഉണ്ടാകണം. അതിന് കുറച്ച് ദൂരെയായിട്ട് എല്ലാവരും വട്ടത്തിൽ നിൽക്കണം. ആ സമയത്ത് ബസറടിക്കുമ്പോഴത്തേക്കും ഓടിപ്പോയി ആ ഒരു ബാൾജ് സ്വന്തമാക്കണം. ആർക്കൊക്കെ ബാൾജ് കിട്ടുന്നോ അവർക്കായിരിക്കും ഈ ഒരു ബാൾജ് സ്വന്തമാവുന്നത്. പക്ഷേ ഈ ഒരു ബാൾജ് ആദ്യം പോയി എടുക്കുന്നത് നമ്മുടെ ആര്യനാണ് കേട്ടോ. ആര്യൻ ഭയങ്കര സ്ട്രോങ് ആണ്. ആൾ നല്ല എന്താ പറയുക, പെട്ടെന്ന് ടാസ്കൊക്കെ ചെയ്യും. ആ ഒരു കാര്യത്തിൽ ആര്യനെ സമ്മതിക്കണം. മാത്രമല്ല നോക്കിയാൽ അറിയാം, ഈ ഒരു സീസണിൽ ഇതുവരെ ബാൾജ് നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ആര്യനാണ്. ആദ്യം തൊട്ട് ആദ്യമേ വന്നപ്പോൾ ഗെയിമിലൂടെ ഈ ഒരു ബാൾജ് സ്വന്തമാക്കി ആര്യൻ ഇന്ന് ഇവിടം വരെയും ആ ഒരു ബാൾജ് ആര്യനുണ്ട്. അതായത് ആര്യൻ ആ ഒരു ബാൾജ് ഇതുവരെ ആർക്കും വിട്ടു കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബാൾജ് കൈവിട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഓടിപ്പോയി ആര്യൻ ബാൾജ് എടുക്കുമ്പോൾ ആര്യൻ്റെ കയ്യിൽ 2 ബാൾജ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഒരെണ്ണം കൈ വെച്ചിട്ട് മറ്റൊരെണ്ണം എടുത്ത് ബാക്കിലോട്ട് എറിയുമ്പോൾ കിട്ടുന്നത് നമ്മുടെ ഗിസേലിൻ്റെ കയ്യിലാണ്. അതുപോലെ മറ്റൊരു ബാൾജ് കിട്ടുന്നത് നമ്മുടെ ഷാനവാസിനും. അങ്ങനെ ഇവർക്ക് 3 പേർക്കും, ആര്യൻ, ജിസേൽ, ഷാനവാസ്, ഇവർക്ക് 3 പേർക്കും ബാൾജ് കിട്ടി. ജിസേലിന് ഭയങ്കര സന്തോഷം. എല്ലാവരും കിട്ടിയല്ലോ, ഇനി വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടക്കാമല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച നമ്മുടെ ഗിസേലിന് നമ്മുടെ ബിഗ് ബോസ് 7ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ഒരു ബാൾജ് കൊണ്ട് ജിസേലിന് ഉപകാരമുണ്ടാകില്ല. കാര്യം കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ ജിസേലിൻ്റെ സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു വിട്ടു. അതുകൊണ്ട് ജിസേലിന് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധനങ്ങൾ കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞെങ്കിലും എല്ലാം കൊടുത്ത് വിട്ട് കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ എല്ലാവരുടെ വസ്ത്രങ്ങൾ അധികം നാളിങ്ങനെ പിടിച്ച് വെക്കില്ല. 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും എന്തായാലും വസ്ത്രങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും. പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു പണിയാണ് ജിസേലിന്. കാര്യം ഇനി ഈ ഒരു സീസൺ കഴിയുന്നതിന് വരെയും, അല്ലെങ്കിൽ ജിസേൽ എത്ര നാൾ അവിടെ നിൽക്കുന്നു അത്രയും കാലം വരെയും ബിഗ് ബോസ് കൊടുക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഇട്ട് നിൽക്കുക എന്ന് പറയുന്നത് ജിസേലിന് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. എനിക്കറിയില്ല, അത് വലിയൊരു ചതിയായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എന്തായാലും ജിസേലിന് അത് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ജിസേലിൻ്റെ ആ ഒരു ബാൾജ് മറ്റാർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിക്കും നമ്മുടെ അഭിലാഷിന് കൊടുക്കാതെ. കാരണം അഭിലാഷിന് ഈ കാലിലിടുന്ന സോക്സും ഷൂ ഒക്കെ ഉണ്ട്, അതൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിലാഷിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജിസേൽ ആ ഒരു ബാൾജ് അഭിലാഷിന് കൊടുത്തു. ഇപ്പോൾ ബാൾജ് കൈവശമുള്ളത് ഷാനവാസ്, അഭിലാഷ്, അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ.